ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ചെമ്മീൻ ചുക്കയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വേറെ ചാനലിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, ഒരു പച്ചമുളക് ഓപ്ഷണലാണ്, ഞാൻ കണ്ട വീഡിയോയിൽ ചേർത്തിട്ടില്ല. 2 സവാള എടുത്തിട്ടുണ്ട്. സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. വലിയ പീസാവരുത്, ചെറിയ സ്ലൈസായിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കൊരു പാത്രം വെച്ച് വെള്ളമൊക്കെ നന്നായി വറ്റിയതിന് ശേഷം ഓയിൽ ഒഴിക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം എണ്ണ നന്നായി ചൂടായി വരണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നല്ല ചൂടായി എന്ന് കണ്ടതിന് ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ നല്ല മൊരിച്ചെടുത്താൽ മതി. കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം. ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ സവാള വറുത്തെടുത്തിട്ടുള്ളത്. നമുക്കിനി പൊരിച്ചെടുത്ത സവാള നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ചെമ്മീനൊന്ന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് നമ്മൾ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം, വലിയ ജീരകം ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ വറുത്തച്ച ഉള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ചെമ്മീൻ കിട്ടുമ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല പൊടിയാക്കി എടുക്കൊന്നും വേണ്ട, കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. സവാള കാണുമ്പോൾ കരിഞ്ഞു പോയി എന്നൊക്കെ വിചാരിക്കും. കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാതും സവാള പൊടിച്ചതൊക്കെ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മീഡിയം സൈസ്, ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി വേണം. തക്കാളി ചെറിയ പീസായിട്ട് നമുക്കത് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായി നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 10-15 മിനിറ്റ് ഒന്ന് ചെമ്മീനൊക്കെ ഒന്ന് മിക്സാക്കിയിട്ടൊന്ന് നമുക്ക് വെക്കാം. കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം. മൂടി വെക്കാം. ചെമ്മീനിൽ ഇതിൻ്റെ എരിവും ഉപ്പും സവാളയുടെ അതൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കൊരു കുറച്ച് സമയം വെക്കാം. വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സവാള വറുത്തെടുത്ത ഓയിലിലേക്ക് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെമ്മീൻ മിക്സാക്കി വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാക്കി പിന്നെ വെള്ളം കൂടുതൽ ചേർക്കണ്ട. നമ്മൾ ചെമ്മീനിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക. തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കട്ടെ. ഇനി ഫുള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടണം നമുക്ക്. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചെമ്മീൻ വെന്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർത്ത ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം.
നന്നായി തിള വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെമ്മീനൊക്കെ ഒന്ന് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരണം. ഏകദേശം വേവായി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് ഈ ഗ്രേവിയിൽ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ഒരു കറക്റ്റ് പറയുന്നത് നന്നായിട്ട് വറ്റി നമുക്ക് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കുറുകി വരണം. അടിയിൽ പിടിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് സമയം നമുക്ക് നോക്കണം. ഇപ്പോൾ നമ്മളെ ചെമ്മീൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പക്ക ടേസ്റ്റാണ്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബായ്.